അവിടുന്നിൻ ഗാനം കേൾക്കാം ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാ, ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാ. എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ, എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ. അവിടുന്നിൻ ഗാനം കേൾക്കാം. അനുരാഗഗാനമായ അവിവേകി പെണ്ണാകും ഞാൻ, കഥനഗാനമായാൽ നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ, കഥനഗാനമായാൽ നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ. അവിടുന്നിൻ ഗാനം കേൾക്കാം. വിരുന്നുകാർ പോകും മുൻപേ വിരഹഗാനമെങ്ങനെ പാടും, കളിച്ചിരിയുടെ പാട്ടായാലോ, കളിമാറ പെണ്ണാകും ഞാൻ, കളിച്ചിരിയുടെ പാട്ടായാലോ, കളിമാറ പെണ്ണാകും ഞാൻ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ദിയ, എന്തോ എങ്ങനെയുണ്ടായടാ? ഓക്കെ അല്ലേ നീ? എന്ത് പറ്റി പറ. തൊണ്ട നേരത്തെ എന്താ പറയാ സ്ട്രെയിൻ ആയിരുന്നു, പേടി. ഫസ്റ്റിലോട്ട് ഭയങ്കര ടെൻഷൻ, പിന്നെ കുറഞ്ഞു. ടെൻഷൻ ഉണ്ടായിരുന്നോ? ചെറുതായി. ട്രെയിൻ ഉള്ളതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായി. ഓക്കെ, ചോദിക്കാം നമുക്ക്. നിങ്ങൾ തീരുമാനിക്കേ ഇത്തവണ ആരെ വിളിക്കണം, ആരാദ്യം പറ. ആര് വിളിക്കണമെന്നോ? അല്ല, ആര് പറയണം? ഞാനല്ലേ? കുഞ്ഞ് തീരുമാനിക്കട്ടെ. മക്കൾക്ക് ഞങ്ങളിൽ ആരെ വേണം മോളെ? മക്കള് പറഞ്ഞു. എന്തായാലും 3 പേരും പറയണം. ഞങ്ങൾ എന്തൊക്കെയാലും പറയും. ഇതിപ്പോ ആര് വെച്ച് തുടങ്ങണമെന്നുള്ളത് കുഞ്ഞ്
പറഞ്ഞോ? ശരത് സാറിനെ പറഞ്ഞു. മക്കളെ എന്തോ നല്ല പാട്ട്, നല്ല കൂളായിട്ടൊരു പാട്ട് മോള് നന്നായിട്ട് പാടി. പക്ഷെ എനിക്ക് ആദ്യം പോലെ തന്നെ കുഞ്ഞു ഇപ്പം ഞാൻ രാഹുലിൻ്റെ അടുത്ത് ഇപ്പം ഇറക്കും രാഹുലെ, ഇപ്പം കൊച്ചിറക്കും, ഇപ്പം തുപ്പൽ വരും. അത് ഞങ്ങളാകെ ടെൻഷനിലായിരുന്നു, അതിൻ്റെ ബ്രിമ്മിലായിരുന്നു മോള്. പക്ഷെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ആ ശ്വാസം മുട്ട്. അത് കൂളായിട്ട് പാട് കുഞ്ഞുങ്ങളെ. മക്കളെ, ഈ അനുപല്ലവിയിൽ ഏത് കവിത പാടണം നിൻ ഒന്ന് പാടാമോ? ഏതു കവിത പാടണം നിൻ ആ അല്ല, എന്ത് നിൻ പാടണം നിൻ നീ അത് അങ്ങോട്ട് കൊണ്ടെത്തിക്കണം. ഇനി അടുത്ത പാടിക്കേ. ഏതു കവിത പാടണം നിൻ. അതങ്ങ് ശോഷിച്ചു പോരുത് മോളെ, അത് കേൾക്കണം കേട്ടോ. അത് വല്ലാണ്ടങ്ങ്. അതുപോലെ സങ്കല്പം അടുത്ത. ഇങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കല്പം. നൈസ് 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 മോളെ, നൈസ്. അതുപോലെ കഥനഗാനം. കഥനഗാനമായ നിന്റെ കുറച്ചും കൂടെ ക്ലാരിറ്റി വരട്ടെ മോളെ. തരീരാനി നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ അത് അങ്ങനെ ഒരു കൂളായിട്ടൊരു അവസ്ഥ. കാര്യം ഈ ക്യാരക്ടർ അതാണല്ലേ ഒരു പാട്ടിൻ്റെ. പിന്നെ മക്കളെ അത്രേ ഉള്ളൂ. പിന്നെ ഈ രണ്ടാമത് പാടിയപ്പോൾ അത് സ്ലിപ്പായി പോവുകയും ചെയ്തു കഥനം. അത് കുഴപ്പമില്ല, അങ്ങ് പൊക്കോട്ടല്ലേ. അപ്പം മോക്ക് ആരാ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ? ഞാൻ തന്നെ. ഗ്രൂമേഴ്സ്. നല്ല നല്ല സെലക്ഷൻ, നല്ല പാട്ടാണ് മോൾ. ഒരു കൂൾ പാട്ടാണ്, പക്ഷെ കുറച്ചും കൂടെ ശ്രദ്ധയോടെ മോള് പാടണം, അതേ ഉള്ളൂ. ഇതൊക്കെ ആരാ ചെയ്ത്? ഇതൊക്കെ ഒന്ന് പറഞ്ഞേ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കേൾക്കട്ടെ. ഫിലിം പരീക്ഷ, പാടിയത് ജാനകിയമ്മ, ലിറിസിസ്റ്റ് പി ഭാസ്കരൻ മാസ്റ്റർ. അത്രേ ഉള്ളൂ. ഇത് പിന്നെ അറിയാമല്ലോ. അപ്പം മോളെ എന്തൊക്കെയാലും നന്നായിട്ടുണ്ട്. ഇത് ഈ വെള്ളക്ഷാമം കൊണ്ടാണ്, ജലക്ഷാമം കൊണ്ടാണ് കുഞ്ഞിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മുത്തേ. രാഹുലേട്ടാ മോളെ ചക്കരെ പറയട്ടേടാ. സൗണ്ട് പോരാ ചേട്ടാ, എന്താ നല്ല എന്തോന്ന് പറ സംസാരിക്കുക കേട്ടോ. ചേട്ടനാ ത്രോയിലൊന്ന് വിളിച്ചേ. ചക്കരേ എന്തോ അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് അല്ലേ നമ്മള് പാട്ട് മോള് നന്നായിട്ട് പഠിച്ചതല്ലേ, നന്നായി പ്രാക്ടീസ് ചെയ്തല്ലേ. അതെനിക്ക് മനസ്സിലായി. കാരണം രണ്ടാമത്തെ BGM വന്നപ്പോഴത്തേക്കും ചരണം പ്രിപ്പയർ ചെയ്യുന്നു ഒരാൾ. മറ്റേ നമ്മള് പരീക്ഷയ്ക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്യില്ല, ജസ്റ്റ് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ്. അതുപോലെ BGM നടക്കുമ്പോൾ BGMത്തിൽ ഇൻവോൾവ് ആയിട്ട് അതിന്റെ ഭാഗമായി അങ്ങനെ നിൽക്കേണ്ടതിന് വരെ ഒരാൾ അടുത്ത ലിറിക്സ് അല്ലേ ചക്കരെ? അതല്ല ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്ത എല്ലാം. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൃദയമാണ് സംസാരിക്കേണ്ടത് അല്ലേ? ആ ഒരു ഫീല് ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ 1-2 പിള്ളേരോട് പറഞ്ഞതാണ്. നമ്മൾ അവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ദെൻ യു സ്പീക്ക് എ ഡിഫറെൻറ്റ് ലാംഗ്വേജ്. നമ്മൾ ആ പഠിച്ചത് അല്ലെങ്കിൽ അത് മെറ്റിക്കുലേറ്റ് ആയിട്ട് മനസ്സിലാക്കിയ ഫ്രേസ് ഇതൊന്നുമല്ല. യു സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ദറ്റ് മ്യൂസിക് അല്ലേ? അപ്പം നമുക്ക് പേടിയുടെ ആവശ്യമില്ല. നമ്മൾ ഇതെല്ലാം പ്രിപ്പയർഡ് ആണെങ്കിൽ കം ഹിയർ ആൻഡ് എക്സ്പ്ലോർ യുവർ സെൽഫ്. അങ്ങനെയല്ലേ? ഇനി അങ്ങനെയൊന്നും പറ്റാൻ പാടില്ല കേട്ടോ. ഉറപ്പാണല്ലോ? കുറച്ചുകൂടെ ശബ്ദത്തിൽ പറയണം. ഉറപ്പാണ്. ഇനി മോള് കളം വരയ്ക്കണ്ട കാല് വെച്ചിട്ട് കേട്ടോ. സ്ട്രോങ് ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ്. മോളെ, രാഹുൽ പറഞ്ഞ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ പറയേണ്ട സ്ഥലത്ത് നമ്മൾ പറയേണ്ടത് പറയണം. നമുക്കൊരു നോ പറയണമെങ്കിൽ നോ പറയണം. അത് ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിൽ പറയണം മോളെ. അത് വെച്ചിട്ട് ഇങ്ങനെ സംശയിച്ച് നിൽക്കരുത് പെൺകുട്ടികൾ കേട്ടോ. രാജാസാറിൻ്റെ ഒരു പാട്ടുണ്ട്, മനിത മനിത ഇനിയുൻ വിഴികൾ സിവന്താൽ ഉലകം വിടിയും, വിഴിയിൽ വടിയും രുതിരം മുഴുതും ഇനിയുൻ സരിതം എഴുതും, അസയും കൊടികൾ ഉയരും ഉയരും നിലവിൻ മുതുകേ ഉറസും, മനിത മനിത ഇനിയുൻ വിഴികൾ സിവന്താൽ ഉലകം വിടിയും എന്നൊരു പാട്ടുണ്ട് പഴയത്. ദാസേട്ടൻ പാടിയതാ. ഇത് രാജാ സാർ ഇൻസ്പയർ ചെയ്ത ഒരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ലിറിക്ക് എന്താണ് മനസ്സിലായത്?
മനിതാ മനിതാ ഇനിയുൻ വിഴികൾ സിവന്താൽ ഉലകം വിടിയും. മനുഷ്യ, നിന്റെ കണ്ണ് ചുമന്നാലേ ഈ ലോകത്തിനൊരു പിന്നെയൊരു പ്രഭാതമുള്ളു എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കണം, നമ്മുടെ കണ്ണ് ചുമക്കുന്നത് എപ്പോഴാണ്? ദേഷ്യം വരുമ്പോഴാണ്, അല്ലേ? ഉൻ വിഴിയിൽ വഴിയും രുതിരം മുഴുതും ഇനിയുൻ സരിതം എഴുതും. നിന്റെ കണ്ണിൽ നിന്ന് വരുന്ന രക്തമായിരിക്കും നിന്റെ ചരിത്രം ഇവിടെ എഴുതാൻ പോകുന്നതെന്ന്. അസയും കൊടികൾ ഉയരും ഉയരും നിലവിൻ മുതുകെ ഉരസും. നിന്റെ ആ എന്താ പറയണ്ട, അന്ന് അപ്പം കിട്ടുന്ന ആ ഒരു സംഭവം വന്ന് ഉയർന്നു നമ്മുടെ ചന്ദ്രൻ്റെ മുതുകിൽ വരെ ഒരയുന്നു ആ കൊടി. അത് മനിതാ മനിതാ ഇനിയൂൺ വിഴികൾ സിവന്താൽ ഉലകം പിടിക്കും. അത് പ്രധാനമാണ്. ദിയക്കുട്ടി, എന്താ നല്ലൊരു പാട്ടാണ്. ഞാൻ ഒരുപാട് വേദികളിൽ പാടിയ ഒരു പാട്ട് കൂടിയാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. സ്വരരാഗ സുന്ദരിമാർക്ക് വെളിയിൽ വരാൻ എന്തൊരു നാണം. അതിലൊക്കെ ഭയങ്കരമായ ഫീൽ ഉള്ളൊരു പാട്ടാണ്. ഇതിനകത്തുള്ള വരികൾ ഭാസ്കരൻ മാഷ് എഴുതിയിരിക്കുന്നത് മോള് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മോൾക്ക് അതിനൊരു ബ്യൂട്ടി കൊടുക്കാമായിരുന്നു. ഓരോ സ്റ്റാൻസയിൽ ഓരോ സാധനങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതും ഈ പ്രിയതമനെക്കുറിച്ച് എങ്ങനെയൊക്കെ ഞാൻ വർണ്ണിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ ചിന്തിക്കണം. ഓക്കെ, ഇതിൽ ഞാൻ ഒരൊറ്റ കാര്യമേ മിസ്സായി തോന്നിയുള്ളൂ, ഒരു ചിരി. ആ ചിരിയോടെ മോള് പാടിയിരുന്നെങ്കിൽ അതിനൊരു മാറ്റ് കൂടിയേനെ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ഒരു വരി ഒന്ന് പാടും ചിരിച്ചിട്ട്. ഗാനം കേൾക്കാൻ. മോക്ക് എന്തുകൊണ്ടാണ് ഈ ശ്വാസം കിട്ടാത്തതെന്നറിയോ? മോള് ശ്വാസം ഇട്ട് അധികമായിട്ട് ശ്വാസം ഇട്ടിട്ടാ അവിടുന്നിൻ ഗാനം കേൾക്കാൻ. അങ്ങനെ ചെയ്യണ്ട, മോളുടെ ശബ്ദം പുറത്തു കൊണ്ടുവരണം. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. ഇനി മുന്നോട്ട് പാട്ടുകൾ പാടുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാറ്റിട്ട് കഴിയുമ്പോൾ നമുക്ക് പാടാൻ ബുദ്ധിമുട്ടാണ്. ശ്വാസം കട്ടായി പോവും. ഒരുമിച്ച് പാടേണ്ട വരികളൊക്കെ മുറിഞ്ഞു പോവും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഞാൻ കൂടുതലും അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ മോളുടെ ഈ പാട്ടിനകത്ത്. അല്ലാതെ മോൾക്ക് സംഗതികൾ വരും, ഭാവം വരും, എല്ലാം വരും. ഈ പാട്ട് ഒന്ന് ചിരിച്ച് പാടിയിരുന്നെങ്കിൽ ഇത് വേറൊരു ലെവലിലേക്ക് പോയേനെ. പിന്നെ ഈ ശ്വാസം അങ്ങ് കട്ട് ചെയ്തിരുന്നെങ്കിൽ മോൾക്ക് കുറച്ചുകൂടി അതിനൊരു ഭാവം കൊടുത്ത് പാടാൻ പറ്റുമായിരുന്നു, അല്ലേ? നമ്മളിപ്പോൾ വിരുന്നുകാർ പോകും മുൻപേ വിരഹഗാനം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വിരുന്നുകാരെ നമുക്ക് തിരിച്ചു വിളിക്കാം. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. മാരനാണ് വരുന്നതെങ്കിൽ നമ്മുടെ കഥ നടക്കുന്നത് ചിരിക്കുമോളോ? ഒരു പ്രശാന്ത സുന്ദരമായ ഗ്രാമത്തിലാണ്. അതങ്ങോട്ട് നോക്കൂ, ദൂരെ നേരെ വരുന്നത് ഒരു വിരുന്നുകാരനല്ലേ അത്. അണ്ണൻ പറയുന്നത് ഒരു കഥാപ്രസംഗം പോലെയാണ്. അമ്മ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ബാബുക്ക പേരാറ്റിൻ കരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോ പേരക്ക ആ പേരക്ക എന്നു പറഞ്ഞോളെ. വേലിക്കരികിൽ നിന്ന് മയിലാഞ്ചി കൈ കൊണ്ട് പായക്ക ആ പായക്ക വറുത്തത് തന്നോളെ. പേരാറ്റിൻ കരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരക്ക ആ പേരക്ക കരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ സൂപ്പർ. ഓ
കഥയുടെ ബാബുക്ക ബാബുക്ക ഓ അല്ല ആ കഥയുടെ ഇടയിൽ രാഹുലിന്റെ മകൻ മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ രസമായിരുന്നു. അത് രസമായിരുന്നു. അതിന്റെ ഇടയിൽ അതോ ഒരാൾ ഇവിടെ നോക്കൂ, കിടന്ന് നോക്കൂ. ചിരിച്ചപ്പോഴത്തേക്ക് ഞാൻ അറിയാണ്ട് പേരയ്ക്ക വറുത്തത് തന്നോളെ. അയ്യോ ദൈവമേ. ഓക്കെ, അപ്പൊ നമുക്കിനി ചോദിക്കാം. ചോദിക്കാം. ശരത് സർ, എന്താ മാർക്കല്ലേ, സോറി പേടിപ്പിക്കണം. മക്കളെ 8.2. രാഹുലേട്ടാ ചക്കരേ എന്തോ 8.3. താങ്ക് യു സർ. ചാകരല്ല ചക്കരേ. 8.3. ചേച്ചി എന്റെ പഞ്ചാര കുട്ടിക്ക് 8.5. താങ്ക് യു. സോ ടോട്ടൽ 25. സൂപ്പർ ദിയ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ ദിയയുടെ ഈ ഒരു പെർഫോമൻസോട് കൂടി നമ്മുടെ 2 റൗണ്ട്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ അതോടുകൂടി എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ. അല്ല, ഒന്ന് സന്തോഷിച്ചോളൂ. പക്ഷേ നമ്മുടെ സ്വത്ത്, ശരത് സാറിന്റെ സ്വത്ത് ആ പൂവാണ്. പൂവാണെന്നോ? ഞാൻ പൂവാണ്. കായാന്നാ വിചാരിച്ചു. പൂവാണ്. ഇതെവിടെ പോവാനാ? ഇവിടെ ഇവിടൊക്കെ തന്നെ കാണും. ഉണ്ടാവും. പിന്നെ ഇതിനെ നമ്മൾ അങ്ങനെ വിടുവോ? രാഹുലേട്ടാ, ഞങ്ങൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തു അല്ലേ ചേച്ചി? പിന്നെ അല്ലാതെ സൂപ്പർ. എങ്ങനെയുണ്ട്? ഇനി ചേട്ടനും തിരിച്ചു പറ. ഇതെന്റെ വീടാണത്. ഞാനിവിടെ ഉറങ്ങാൻ പോവാ. നമ്മൾ തുടങ്ങിയ കാലം മുതൽ അതെ, അമൃത ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തറവാടാണ്. അതല്ല പിന്നെ അപ്പൊ പോവാന്ന് പറഞ്ഞൊരു സംഭവം ഉദിക്കുന്നില്ല. ഇവിടെയൊക്കെ തന്നെ കാണാം. ഇവിടെയൊക്കെ തന്നെ കാണും. പക്ഷെ എന്നാലും രാഹുലേട്ടാ, എന്തോ അടുത്ത എപ്പിസോഡിൽ എന്തായാലും രാഹുലല്ല, തിരക്കൊക്കെ ആണല്ലോ, നമുക്ക് അതെ കുറച്ച് അതെ പരിപാടികളൊക്കെ അതെ ഉണ്ടല്ലോ. അതെ അതെ. ഒരു പാട്ട്. പിന്നെ ഉറപ്പായിട്ടും. രാഹുൽ ചേട്ടന് ഞാൻ ആദ്യമായിട്ട് പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ അത് ആ. ഞങ്ങൾ രണ്ടുപേരും കൂടി എന്നാ അടിച്ചു Okay. പിടിക്ക്. തകർക്ക്. ഞങ്ങൾ ഹാപ്പി. We are happy. ലെറ്റ്സ് എൻജോയ്. തട്ടിക്കോ മഞ്ജരി. സ്റ്റാർട്ട്. कैसा कैसा इश्क है तेरे बिना, कैसा मेरा इश्क है. कैसा कैसा इश्क है तेरे बिना, कैसा मेरा इश्क है. तेरे बिना कैसा मेरा इश्क है. कैसा कैसा इश्क है तेरे बिना, कैसा मेरा इश्क है. कैसा कैसा इश्क तेरे बिना. Thank you guys. താങ്ക് യു. താങ്ക് യു.